എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പോർട്ടൽ ഫ്രെയിമിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഒരു പോർട്ടൽ ഫ്രെയിം 4 മീറ്റർ ഹൈറ്റും 3 മീറ്റർ വിഡ്ത്തുള്ള ഒരു 3 മെമ്പർമാരുള്ള ഒരു പോർട്ടൽ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു ടൈപ്പ് ഓഫ് ലോഡ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ ഒറ്റ ലോഡ് കേസിന് താഴെയാണ് ഇത് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡെഡ് ലോഡും ഉണ്ട്, ലൈവ് ലോഡും ഉണ്ട് എന്ന്. നമ്മൾ ഇതിലുള്ള ലോഡുകളെ രണ്ട് ഇതിന് കീഴിലായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ പറയാം. ഞാൻ ആദ്യം ന്യൂ പ്രൊജക്ട് എടുക്കുകയാണ്. പ്ലെയിനോ ഇത് എടുക്കാം. എൻ്റെ ലാപ്ടോപ്പിൽ പി വർക്ക് ചെയ്യുക. അപ്പം ഞാൻ പോർട്ടൽ ഫ്രെയിം അടിക്കുകയാണ്. പോർട്ടൽ ഫ്രെയിം ഇവിടെ മീറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ കിലോ ന്യൂട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് അടിക്കുക. ആഡ് ബീം തന്നെയാണോ എന്ന് നോക്കുക. ഫിനിഷ് അടിക്കുക. ആഡ് ഇങ്ങനെ റെഡി ആയിട്ട് വരും. നമ്മൾ മുമ്പ് ഈ ഒരു ഗ്രിഡ് നോക്കിയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതാണ് ഗ്രിഡിന്റെ ആ ഒരു ടൂൾ ബോക്സ്. അല്ലെങ്കിൽ ഇവിടെ ജോമെട്രിയിലാണെങ്കിലും ഇത് കിട്ടും. ജോമെട്രിയിലാണെങ്കിലും കിട്ടും. തൽക്കാലം ഞാൻ ഇന്ന് അങ്ങനെയല്ല വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു നോഡിന്റെ ടൂൾ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് അടിക്കാം. അപ്പൊ ഞാൻ ആദ്യം 0 ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അതെ, ഇവിടെയാണ് ഫസ്റ്റ് നോഡ്. സെക്കൻഡ് നോഡ് എനിക്ക് നേരെ മുകളിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ x0 തന്നെ y 4 മീറ്റർ കൊടുത്തു. സോ രണ്ടാമത്തെ നോഡ് ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി എനിക്ക് x 3 മീറ്ററും y 4 മീറ്റർ ആയിട്ട് ഇവിടെ ഒരു നോഡ് വേണം. സോ ഞാൻ ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. x3 y 4. സോ ഇവിടെ മൂന്നാമത്തെ നോഡും ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ദിസ് ഈസ് ദി തേർഡ് നോഡ് ആൻഡ് ഫോർത്ത് നോഡ്. x is equal to 3, y is equal to 0, 0. സോ നമുക്ക് വേണ്ട 4 നോഡുകളും ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബീംസ് വരയ്ക്കണം. അതിനായിട്ട് ജോമെട്രിയിൽ ആഡ് ബീം കമാൻഡ് എടുക്കുക. ജോമെട്രിയിൽ ആഡ് ബീം കമാൻഡ് എടുക്കുക. ഫ്രം പോയിന്റ് ടു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരയ്ക്കുക. സോ നമ്മുടെ ബീംസ് മൊത്തം നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് മെമ്പർ പ്രോപ്പർട്ടീസ് കൊടുക്കണം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കോളത്തിന്റെ സൈസ് ഒക്കെ ഞാൻ കൊടുക്കുന്നത് ഒരു 200/400 ആണ്. അപ്പോൾ കമാൻഡ്സ് എടുത്തു, മെമ്പർ പ്രോപ്പർട്ടി എടുത്തു, പ്രിസ്മാറ്റിക് എടുത്തു, റെക്ടാംഗിൾ എടുത്ത്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ആണ്. സോ നമുക്ക് നോക്കാം. ഡെപ്ത് ഞാനൊരു 400 mm കൊടുത്തു. വിഡ്ത്ത് നമുക്കൊരു 200 mm കൊടുക്കാം. ആഡ് കൊടുക്കാം. ഓക്കെ, എനിക്ക് ബീമും ഇപ്പൊ തന്നെ വേണം. ഇതിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് കോളം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ബീമാണ്. അപ്പൊ ബീം എടുക്കാനായിട്ട് ഞാൻ ഡെപ്ത് മാറ്റി കൊടുക്കുകയാണ്. 3 മീറ്ററുള്ള ലെങ്ത് ഉള്ള. അപ്പൊ ഏകദേശം 350 mm ആണ് വേണ്ടോ. ആഡ് കൊടുത്തു, ദെൻ ക്ലോസ് കൊടുത്തു. നമുക്കറിയാം ഇതിപ്പോ അസൈൻ ആയിട്ടുണ്ടാവില്ല. ഇത് അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ യൂസ് കഴ്സർ ടു അസൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സെലക്ട് ബീംസ് പാരലൽ ടു y കണ്ടാ, അപ്പൊ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യണ്ടാവും. ഇതിങ്ങനെ ഒരുപാട് കോളംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, സോ ഇത് സെലക്ട് ആയിട്ടുണ്ട്. അസൈൻ ചെയ്യാം. അസൈൻ ആയി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കുക. കണ്ടില്ലേ? കണ്ട, ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെയാണ് ഇതിന്റെ ഓറിയന്റേഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓറിയന്റേഷൻ തന്നെ അല്ലേ എന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് 0.4 × 0.2 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ കിടക്കും. ഇനി 0.2/0.4 എന്ന് പറയുകയാണെങ്കിൽ ഇത് തിരിച്ചു കിടക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ബിൽഡിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ബീംസിന് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുക. വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഒന്നും കൂടി പോയിട്ട് സെലക്ട്
beams parallel to x അത് സെലക്ട് ആയി അസൈൻ കൊടുത്തു യെസ് കൊടുത്തു നമുക്ക് നോക്കാം വന്നോ നോക്കാം അത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് മാത്രം വന്നത് ഒന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം വരും ക്ലോസ് ചെയ്യാം ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ സപ്പോർട്ട് സ്പെസിഫിക്കേഷൻസ് കൊടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടും ഇവിടെ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടുമാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ അതിനുവേണ്ടി കമാൻഡ്സ് എടുത്തു സപ്പോർട്ട് സ്പെസിഫിക്കേഷൻസ് എടുത്തു പിൻഡ് എടുത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടു ഓരോടി നമുക്ക് വേണം ഫിക്സ്ഡ് എടുത്തു ആഡ് ചെയ്തിട്ടു ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യട്ടെ ചോദിക്കും അപ്പോൾ ചുമ്മാ ചെയ്യണം എന്ന് പറയാം അത് എടുക്കുക ഞാൻ അതിന് പിൻഡ് എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുക്കാം അസൈൻ ചെയ്തു അവിടെ വന്നു ഫിക്സ്ഡ് എടുത്തു ഇവിടെ അസൈൻ ചെയ്തു യെസ് കൊടുക്കാം ഓക്കെ അപ്പോൾ സെൽഫ് ഫീറ്റ് അസൈൻ ആയി ഇനി UDL നമുക്ക് ഇതിന് മാത്രം മതി അസൈൻ ടു സെലക്ടഡ് ബീംസ് അടിക്കാം അസൈൻ അടിക്കാം കണ്ട ആ ലോഡ് അവിടെ വന്നു ഇനി നമുക്ക് ഈ ഒരു ലോഡ് ലീനിയർലി വാരിയിങ് ലോഡ് ഇതിന് മാത്രമേ വേണ്ടോ സോ അസൈൻ ടു സെലക്ടഡ് ബീംസ് അടിക്കാം അസൈൻ അടിക്കാം ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന ലോഡുകൾ മൊത്തം ഡെഡ് ലോഡിലാണ് വരിക ഈ വരുന്ന ലോഡുകൾ മൊത്തം ഡെഡ് ലോഡിന്റെ അണ്ടറിലാണ് വരിക ഇനി നമുക്ക് ലൈവ് ലോഡ് എടുക്കാം ലൈവ് ലോഡ് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ മെമ്പർ ലോഡാണ് എടുക്കുന്നത് അതിൽ യൂണിഫോം ഫോഴ്സ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആണ് വരുന്നത് നമുക്കൊരു -20 കിലോന്യൂട്ടൺ കൊടുക്കാം സെൻട്രലായിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു
15 കിലോ ന്യൂട്ടൺ. അത് ഏകദേശം ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിൽ കൊടുക്കണം നമുക്ക്, മുകളിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പൊ നമ്മൾ ഇത് അസൈൻ ചെയ്തിട്ടില്ല, ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അസൈൻ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഇതിനെ അസൈൻ ചെയ്യാം. അസൈൻ ടു സെലക്ടഡ് ബീംസ്, അസൈൻ, അലോഡ് വരും. നമുക്ക് ഈ മെമ്പറിലാണ് വേണ്ടത്. കണ്ട, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ ആണ് പ്രശ്നം. ഓക്കെ, നമുക്ക് -x ഡയറക്ഷനിൽ വേണമായിരുന്നു. നമുക്ക് ഇത് എടുക്കാം, എഡിറ്റ് അടിക്കാം, അല്ലെങ്കിൽ ഗ്ലോബൽ x ഡയറക്ഷനിൽ അടിക്കാം, ചേഞ്ച് അടിക്കാം, ക്ലോസ്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം. ഇനി കൊടുത്ത ലോഡുകളൊക്കെ അവിടെ തന്നെ ഇല്ലെന്ന് അറിയാനായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സെൽഫ് വെയിറ്റ് എല്ലാത്തിനും ഉണ്ട്. 3 കിലോ ന്യൂട്ടൺ, 3 കിലോ ന്യൂട്ടൺ. ഇത് ബ്ലൂ കളർ ആവണുണ്ട്, അതാണ് നമ്മുടെ സെലക്ടഡ് ആയിട്ടുള്ള ലോഡ്. ഇതിന് മാത്രമുള്ള 2, ഇത് ബ്ലൂ ആയി കണ്ടില്ലേ. ഇവിടെയാണ് 2 to 3 എന്ന് പറയുന്ന ലീനിയർലി വാരിയിങ് ലോഡ് ഉള്ളത്. ലൈവ് ലോഡിൽ ഇവിടെ കോൺസ്റ്റന്റ് ലോഡ് 20, ഇവിടെ കോൺസ്റ്റന്റ് ലോഡ് 15. അപ്പൊ നമ്മുടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. എല്ലാ ലോഡുകളും കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ കമാൻഡ്സ് എടുക്കുക. നമുക്ക് ലോഡ് കേസസ് കൊടുക്കണം. അപ്പൊ അതിന് ലോഡ് കോമ്പിനേഷൻ എടുക്കുക. നിങ്ങളിപ്പോൾ SD ഒക്കെ പഠിച്ച കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് ലോഡ് കോമ്പിനേഷൻ എന്ന്. സോ നമ്മൾ 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്നുള്ളൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ സാധാരണ എടുക്കാറ്. സോ നമ്മൾ അതെടുത്തു, ആഡ് അടിച്ചു, ക്ലോസ്. ഇനി നമുക്ക് അനാലിസിസിലോട്ട് പോവാം. കമാൻഡ്സ്, ലോഡിങ്, കമാൻഡ്സ് അനാലിസിസിൽ പെർഫോം അനാലിസിസ് ചെയ്യുക, ഓൾ അടിക്കുക, ഓക്കെ അടിക്കുക. അതിനുശേഷം അനാലിസിസ് ആൻഡ് റൺ അനാലിസിസ് കൊടുക്കാം, സേവ് കൊടുക്കാം. അപ്പോൾ അനാലിസിസ് സ്റ്റാർട്ട് ആവും. വലിയ സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. 0 എറർ ആണ്, 0 വാർണിംഗ് ആണ്. നമുക്ക് പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡിലോട്ട് പോവാം. ഡൺ അടിക്കുക, മൊത്തം കിടന്നോട്ടെ. ഇത് മാത്രമായാലും മതി നമുക്ക്. ദിസ് ഈസ് അവർ പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡ്. ഇതാണ് പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡ്. നമുക്ക് ഇതിന്റെ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ബെൻഡിങ് മൊമെന്റ്, നമുക്ക് റിസൾട്ട് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് കാണാനായിട്ട് റിസൾട്ടിൽ വ്യൂ വാല്യൂ എടുക്കണം, ബീം റിസൾട്ട് എടുക്കണം, എൻഡ്സും മാക്സിമം വേണം, ഷിയർ എൻഡ്സും മാക്സിമം വേണം, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വേണം. ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ബെൻഡിങ് മൊമെന്റ് എടുക്കാനായിട്ട് MZ ആണ്. ഇതിന്റെ സ്കെയില് മാറിക്കെടുക്കുകയാണ്. MZ നമ്മൾ നേരെ MX ആണ് ക്ലിക്ക് ചെയ്തത്. MZ എടുക്കുക. സ്കെയില് കുറച്ച് കൂടിപ്പോയി. സ്കെയിൽ ഒരു 10 കൊടുത്ത് നോക്കാം. കുറഞ്ഞു. 20 ഒക്കെ കറക്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം.
പി ഭാഗത്ത് സാഗിങ് മൊമെന്റ്, ഇവിടെ സാഗിങ് മൊമെന്റ്, ഇവിടെ ഹോഗിങ് മൊമെന്റ്, ഇവിടെ ഹോഗിങ് മൊമെന്റ്, ഇവിടെ ഹോഗിങ് മൊമെന്റ്, ഇവിടെ ഹോഗിങ് മൊമെന്റ്, ഇവിടെ സാഗിങ് മൊമെന്റ്, ഇവിടെ സീറോ മൊമെന്റ്. കണ്ട, ഇവിടെ ഹിഞ്ചഡ് ആയതുകൊണ്ട് സീറോ മൊമെന്റ് തോന്നുന്നു. നമ്മൾ ശരിക്കും സ്ട്രക്ചർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ആൻസറാണ് കിട്ടുക. നമ്മൾ പഠിച്ചതിന് ഒരു ഗുണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ കിട്ടും. ഇവിടെ ഇവിടെ ഒരേ വാല്യൂ കിട്ടും, ഇവിടെ ഇവിടെ ഒരേ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ് എന്ത്, നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് കിട്ടണമെന്ന് വെച്ചാൽ FY എടുക്കുക, ഷിയർ ഫോഴ്സ് കിട്ടും. ഇപ്പൊ കാണാൻ ഭംഗിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിൽ കുറച്ച് കുറയ്ക്കാം. ഇപ്പൊ ഇതിങ്ങനെ വരും, കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അത് നമ്മൾ കണ്ടു. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതിനും നമുക്ക് സ്കെയിൽ എടുക്കാം. ഇതാണ് സ്കെയിൽ, ആ ഒരു സെറ്റ് സ്ക്വയറിന്റെ പടം ഉള്ളത്. അതിലെടുത്ത് ഡിസ്പ്ലേസ്മെന്റിന്റെ കുറച്ചാൽ മതി. ഒരു 100 ഒക്കെ കൊടുത്ത് നോക്കാം നമുക്ക്. 100 കൊടുത്തിട്ട് വലിയ ഗുണമില്ല, 10 കൊടുത്ത് നോക്കാം. ഇത് ഇങ്ങോട്ട് 3 mm ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇവിടെയാണ് വരിക, റൈറ്റ് സൈഡിലോട്ടാണ്. കാരണം ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ലോഡ് വരുന്നത്. സ്വേ എന്നാണ് പറയാ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിനെ സ്വേ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് അതും കിട്ടി. ലോഡിംഗ് ഡയഗ്രാം ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ലോഡിംഗ് ഡയഗ്രാം നമുക്ക് കിട്ടും. അതും നമ്മൾ ഓക്കെയാണ്. നമുക്ക് ഓരോ മെമ്പറുടെയും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ ബീം എടുക്കുക, സെലക്ട് ചെയ്യുക. അതിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ട, FX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ആക്സിയൽ ഫോഴ്സ് ആണ്. FY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്. FZ ഇല്ല, പ്ലെയിൻ ഫ്രെയിം ആയതുകൊണ്ട് ഇല്ല. MZ അതിലുള്ള ബെൻഡിങ് മൊമെന്റ് ആണ്. അതിൽ ഈ 2 and 3 എന്ന് പറഞ്ഞാൽ അതിന്റെ നോഡുകളാണ്. രണ്ടാമത്തെ നോഡിൽ നിന്നും മൂന്നാമത്തെ നോഡിലേക്കാണ് നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള മെമ്പർ ഇരിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇതെടുക്കുകയാണെങ്കിൽ കണ്ട, 1 to 2 ആണ് നോഡ്. ഇവിടുത്തെ ഷിയർ ഫോഴ്സും ഇവിടുത്തെ ഷിയർ ഫോഴ്സും ഉണ്ട്. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആൻഡ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. സോറി, ഇത് ആക്സിയൽ ഫോഴ്സ് ആണ്. ഇതാണ് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആൻഡ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ദെൻ ബെൻഡിങ് മൊമെന്റ്സ് രണ്ടെണ്ണത്തില്. ഇതേ കാര്യം തന്നെ ഫിഗറായി കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് എടുത്ത കുറച്ചും കൂടി ഈസിയാണ്. കണ്ടോ, ഇതതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്, ഇതതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഇത് പിന്നെ ഒരു കാര്യമില്ല, ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഇതിപ്പോ നമുക്ക് ആവശ്യമില്ല, കോളം വരുമ്പോഴേ ആവശ്യമുള്ളൂ. ഇതൊരു കോളമാണ്. ഇനി ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ദിസ് ഈസ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇതെടുത്ത് കഴിഞ്ഞാലോ ഇതാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ദിസ് ഈസ് ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇങ്ങനെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാം നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം. കാരണം ഇതിൽ ഈ നോഡുകൾ നമ്മൾ ചെറിയൊരു ഇതുണ്ട്, എപ്പോഴും നോഡുകളുടെ ഓർഡറിൽ മാത്രമേ ഇത് കാണുള്ളൂ. കുറച്ചുകൂടി ഇങ്ങനെ എടുത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതാണ് ഇതിന്റെ സ്ട്രെസ്സുകളൊക്കെ അറിയാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഫോഴ്സസ് അറിയാനായിട്ട് നമ്മളിത് ഓക്കെ, നോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് അറിയാൻ ഉപയോഗിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങൾ എടുത്തു വെക്കേണ്ടത് ഒന്ന് ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. FY ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് പ്രൊഫൈൽ. ഇത് മൂന്നും നിങ്ങൾ ഇതിൽ വെക്കണം. പിന്നെ ഏതെങ്കിലും രണ്ട് മെമ്പേഴ്സിന്റെ ഗ്രാഫിക്കലായിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെമ്പറുടെ അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷിയർ ബെൻഡിങ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇതിൽ ബെൻഡിങ് അബൌട്ട് Z എടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറിയാൻ പറ്റും. ഷിയർ അബൌട്ട് Y എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒക്കെ ഈ ഒരു ടേബിളിൽ വരും. കണ്ട, ഡിഫ്ലക്ഷൻ അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്ലക്ഷനിൽ കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, അത് ഏത് പോയിന്റ് ഡിഫ്ലക്ഷൻ ആണെങ്കിലും ഓരോ ഡിസ്റ്റൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റും ഇന്ന് വരും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു പോർട്ടൽ ഫ്രെയിം എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യാന്നാണ്. പിന്നെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമുക്കൊരു ലോഡ് കേസസ് ആഡ് ചെയ്യാമെന്നും ലോഡ് കോമ്പിനേഷൻ എങ്ങനെ കൊടുക്കാമെന്നും പഠിച്ചു. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു 3D സ്ട്രക്ചർ ആയിരിക്കും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3D ആയിട്ടുള്ള ഒരു ഫ്രെയിം ആയിരിക്കും. അപ്പൊ അതിന്റെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
അപ്പൊ എല്ലാവർക്കും താങ്ക് യു.